ഒരു ദിവസം ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്യുകയാണ്, നാളെ തൊട്ട് നിങ്ങൾ ടാക്സ് ഒന്നും അടയ്ക്കേണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്? ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ എല്ലാവരും ഒന്ന് ആഘോഷിക്കും. GST ഇല്ല, ഇൻകം ടാക്സ് ഇല്ല, കൺസംഷൻ കൂടും, ബിസിനസ്സുകളിലേക്ക് കൂടുതൽ പണം വരാൻ തുടങ്ങും. പക്ഷേ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഗവൺമെൻറ് റവന്യൂവിൻ്റെ ഏകദേശം ഒരു 80% വരുന്നത് ടാക്സ് നിന്നാണ്. ഈ ടാക്സ് നിൽക്കുന്നതോടുകൂടി ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ്ങും അതിനനുസരിച്ച് കുറയ്ക്കേണ്ടി വരും. അതുകൊണ്ട് ഗവൺമെൻറ്റും ഗവൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവർക്കും ഇത് വലിയൊരു പണിയാവും. ഏകദേശം ഒരു 3 മാസമൊക്കെ ആകുമ്പോൾ ഗവൺമെൻറ് സാലറീസ് മുടങ്ങി തുടങ്ങും. ഇത് ആശുപത്രികൾ, സ്കൂളുകൾ, പോലീസ് സ്റ്റേഷൻ, ആർമി തുടങ്ങിയവയുടെ പ്രവർത്തനത്തെയൊക്കെ സാരമായി ബാധിക്കും. പിന്നെ റേഷൻ, പെൻഷൻ തുടങ്ങിയ ക്ഷേമ പദ്ധതികളൊക്കെ നടക്കാതെയാവും. അങ്ങനെ ആദ്യം പണി കിട്ടുന്നത് സാധാരണക്കാർക്കായിരിക്കും. എന്നാൽ റോഡ്, റെയിൽവേസ് അങ്ങനെയുള്ള മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിന്റെ ഡെവലപ്മെന്റും മെയിൻ്റനൻസും മുടങ്ങുന്നതോടുകൂടി ഇത് സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കാൻ തുടങ്ങും. ഈ ഫണ്ട് ക്രൈസിസ് ഒഴിവാക്കാൻ വേണ്ടി RBIക്ക് കൂടുതൽ പണം ഇൻജെക്ട് ചെയ്യേണ്ടി വരും. ഇത് ഇൻഫ്ലേഷൻ കൂട്ടും, രൂപയുടെ മൂല്യം കുറയും, സാമ്പത്തിക അസമത്വം രൂക്ഷമാക്കും. ഏകദേശം 1 വർഷം ആകുമ്പോഴത്തേക്കും ഗവൺമെൻറ് ഹോസ്പിറ്റലും സ്കൂളും ഒക്കെ അടച്ചുപൂട്ടേണ്ടി വരും. വേണ്ടത്ര മിലിറ്ററി ഫോഴ്സും പോലീസ് ഫോഴ്സും ഒന്നും ഇല്ലാത്തത് ക്രൈം റേറ്റ് ഇവിടെ കൂട്ടും. എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ ജീവിക്കാൻ വേണ്ടി നാട് വിടേണ്ട അവസ്ഥയാവും. ഇത്രയും പറഞ്ഞത് വെറും സാമ്പിൾ മാത്രമാണ്. കൂടുതൽ ഡീറ്റെയിൽസിനായി ഡിസ്ക്രിപ്ഷൻ നോക്കുക.